അയ്യോ ഒന്നും വിളിക്കാനുള്ള സംഭവം ഒന്നുമില്ല, നിസ്സാര സംഭവം. അതല്ല, അങ്ങോട്ട് നോക്ക്. അയ്യോ അമ്പാടി കേശു, ഇതെന്താടാ ഇത്? കണ്ടേ, ഞാൻ പ്രാവശ്യം ചെയ്ത് നോക്കിയാണ്. കണ്ടാ, ആഹാ, ഇതിൻ്റെ കൂടെ ഒരു 2 സംഭവം കൂടെ വേണമായിരുന്നു അളിയാ. എന്തോന്ന്? മഴയും ജോൺസൺ മാഷും. കേട്ടിട്ടില്ലേ? മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്. അന്തസ് അന്തസ്. ആ പറഞ്ഞ 3 സാധനം കിട്ടും, പക്ഷെ അവസാനം പറഞ്ഞ സാധനമാണ് ഇവിടെ പലർക്കും ഇല്ലാത്തത്. അളിയാ, എൻ്റെ പെങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാക്കുന്ന ഈ കട്ടൻ ചായ കുടിക്കാൻ അളിയ മുജ്ജന്മത്തിൽ എന്താ സുഹൃത്ത്? സുഹൃതാണോ അതോ ദ്രോഹമാണോ എന്ന് അറിഞ്ഞൂടാ. ഒന്നുമില്ല. കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ മുത്തശ്ശി ഉണ്ടാക്കുന്ന സെയിം കൈപ്പുണ്യല്ലേ കിട്ടിയ കാത്തൂന്. ഷോ, മുത്തച്ഛനൊക്കെ അപ്പൊ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവൂല്ലേ? അല്ല, നല്ല കൈപ്പുണ്യാന്ന് പറയായിരുന്നു. അളിയനൊരു കാര്യം അറിയാമോ? നമ്മളെ മുത്തശ്ശി കഷായം ഉണ്ടാക്കിയാലും അത് പാൽ പായസം പോലെ ഇരിക്കണം. ഇവിടെ നേരെ തിരിച്ചും. അല്ല, പാൽ പായസം ഉണ്ടാക്കിയ ചിലപ്പോ. അയ്യോ അളിയാ, കാറിന്റെ ബാക്കിൽ നോക്ക്. പിള്ളേര് കളിക്കട്ടളിയാ. അളിയ എങ്ങ് വന്ന് എന്തിട്ട് കാണിക്കും നിങ്ങൾ 2 വെള്ളത്തിൽ കളിക്കണം. ഇമാതിരി വേനൽക്കാലത്താണ്. മടക്കി പിടി അളിയാ. നീലങ്ങോട്ട് പോടാ. ടാപ്പ് അടയ്ക്കാൻ പോയത്. ടാപ്പ് അടയ്ക്കാൻ പോയത്. ഇവിടെ ഈ പിള്ളേരിത്തിരി വെള്ളത്തിൽ കളിച്ചത് പറഞ്ഞാൽ നിനക്ക് എന്താണ് കുഴപ്പം? വെള്ളം നിന്നില്ലേ? വെള്ളം നിന്ന്. എന്റെ പൊന്നളി 2 കൂടി വെള്ളത്തിൽ കളിക്കണം. ഈ വേനൽക്കാലത്ത് വെള്ളം കളയാൻ പാടണ്ട. പിന്നെ ഈ കൊച്ചു പിള്ളേർ ഈ പ്രായത്തിൽ വെള്ളത്തിൽ കളിക്കാതെ പിന്നെ വെള്ളത്തിൽ കളിക്കൂ? എന്ത് ചെയ്യായിരുന്നു നീ? കളിക്കായിരുന്നു വെള്ളത്തില്? ഞാൻ ഇവന് ആരാണ് വെള്ളം ദൂരെ പോണ അവര് ജയിക്കാന്ന് ചെയ്ത്, അതുകൊണ്ട് ഞാനാണ് ജയിച്ചത്. അപ്പൊ നീ തോറ്റാ? ഇല്ല, പിന്നെ ഇപ്പൊ ചേട്ടൻ ജയിച്ച് അടുത്ത ഞാൻ ജയിക്കും. അച്ഛൻ നമ്മൾ ചെടി നനച്ചോട്ടെ. അയ്യോ വേണ്ട അളിയ, എന്തോന്നളിയ ഈ പറയണത്? ഈ പിള്ളേർ ഈ വെയിലും വെള്ളമൊക്കെ കൊണ്ടാലേ പിള്ളേർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. ആർക്ക് രോഗം? അയ്യോ, കഥ അവിടെ നിന്നും പോയ. രോഗമൊന്നുമല്ല, പിള്ളേര് വെള്ളത്തിൽ കളിക്കായിരുന്നു. അമ്പാടി, അമ്മ വെള്ളത്തിൽ കളിച്ചോട്ടെ. അടി കിട്ടുവാൻ വരെയെന്ന് വെള്ളത്തിൽ കളിക്കണ്ട. എന്റെ പൊന്ന് പെങ്ങളെ അളിയ, ഈ പിള്ളേർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംഭവമല്ലേ ഇത്? അതിന് വെയിൽ കൊള്ളണം, ഇതുപോലെ വെള്ളം നനയ്ക്കണം, എന്തെങ്കിലും ചെയ്യണം. ക്രിയേറ്റീവായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മക്കള് TV ആണെന്നാ കാർട്ടൂൺ കാണാൻ 2 കൂടെ. അതാണ് ക്രിയേറ്റിവിറ്റി. TV കാണുന്നത്. എന്റെ പൊന്നളിയ, ഈ TV കാണുന്ന, ഈ മൊബൈൽ കാണുന്ന എല്ലാ ക്രിയേറ്റിവിറ്റി. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി. പിള്ളേർക്ക് എന്തെങ്കിലും സമയം പോണ്ടേ? എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ആ ശേഷി ഉണ്ടാവുള്ളൂ. ശേഷിയാ? ഞാൻ നേരത്തെ എന്തൊരു ശേഷിയുടെ കേസ് പറഞ്ഞു. പ്രതിരോധ ശേഷി. അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് അരണേരെ ബുദ്ധി വന്നു, പെട്ടെന്ന് ഓർമ്മ വരില്ല. ആ ശേഷി കിട്ടണ്ടേ പിള്ളേർക്ക്? എടാ, ഞാൻ എന്തോന്ന് പറയണത്, നീയൊക്കെ എന്തോന്ന് പറയണത്? വേണ്ട, അങ്ങനെ ഇപ്പൊ വേണ്ട. എന്റെ അളിയ, പിള്ളേർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ അളിയ. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, അവരെ പ്രോത്സാഹിപ്പിക്കേ. എന്നാ അകത്ത് പോയിട്ട് എന്തെങ്കിലും എടുത്ത് വെച്ച് കളി. ഒരു കാര്യം, ചീട്ടുണ്ടോ? ഒരു കുത്തെടുത്ത് കൂടും. അവിടെ ഗുലാം മരിച്ച് കളിക്കും. എന്തോന്ന് അളിയ, ചീട്ടൊന്നും കേട്ടിട്ടില്ലേ? പിള്ളേർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞപ്പോഴേ ചെടിയെ കുളിപ്പിച്ചോട്ടെ. ആ പിള്ള മനസ്സിലെ തുര കണ്ട. അല്ല, അളിയന്റെ വായിരിക്കുന്ന കൊര പോലെ അല്ല അത്. കടലല്ലേ? ഈ പിള്ളേരുടെ ഒരു പുക പറയാൻ പറ്റൂലല്ലോ അളിയ. നമ്മൾ ഈ പിള്ളേരെ ക്രിയേറ്റിവിറ്റിയെ ഒരിക്കലും തടസ്സം നിർത്തരുത്, വഴി തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അളിയനിപ്പോ ചെറിയ നിനക്കുണ്ടല്ലേ പ്രശ്നം? ഇതോടക്കണ കാറ് കണ്ട? ഓടി കളിക്കാനാ? ഇനി വാ പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. അളിയ, ഇതെന്തോന്ന് പൊടിയുടെ ഗോഡൗണാ? പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടിയിൽ ഇത്രയും പൊടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധി പ്രയോഗിക്കണമെന്ന്. അളിയന്റെ ചെടി നനയ്ക്കുന്നതിലെ പ്രശ്നം. ഈ പിള്ളേരെ കൊണ്ട് നമ്മൾ ഈ കാറ് കഴിയിക്കുന്നു. എങ്ങനെയുണ്ട്? കാറ് കഴിയിക്കുന്നു. അയ്യോ വേണ്ട വേണ്ട, പിള്ളേരെ കൊണ്ട് വേണ്ട. പിള്ളേർക്ക് ചെടി നനയ്ക്കാനുള്ളൊരു ഊർജ്ജസ്വലമായിട്ട് നിൽക്കുകയാണ്.
അളിയെ ഒരു കാറ് കഴിയുമ്പോൾ എത്ര രൂപ കൊടുക്കും? 500 രൂപ കൊടുക്കും. ഇതാകുമ്പോൾ 50 രൂപയിൽ കാര്യം നടക്കും. മക്കൾക്ക് മുട്ടായി വേണോ? ഐസ്ക്രീം. നിനക്കാ? എനിക്ക് ചോക്ലേറ്റും വേണം. 50 രൂപ തീരൂല. അളിയുടെ പൈസ ഉണ്ടല്ലോ. അപ്പം വാങ്ങിച്ചു തരാം. അപ്പം മക്കള് ഈ കാറിനെ കഴുകി നല്ല പളവളാന്ന് കേട്ടാ, പൂവെള്ള പോലെ കിടക്കണ കാർ കേട്ടാ. ആ പോയി ചെല്ലേ. എങ്ങനെയുണ്ട്? ഐഡിയ എങ്ങനെയുണ്ട്? ഇതാണ് പറയുന്നത്, പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരുള്ളൂ എന്ന് വെച്ചാ ആരോടെ പറയാ ഞാൻ. അല്ലേ കാക്കേരെ ചിലപ്പോ ചേട്ടൻ പറഞ്ഞതേ കാക്ക ദൂരെ കഴിവണമെന്നായിരിക്കും. രണ്ടും ഒരേപോലെ ആയിപ്പോയല്ല. ഒരു കാര്യം പറയട്ടാ, ചേട്ടന്റെ ഐസ്ക്രീം എനിക്ക് തരോ? ഞാൻ തരാം. എന്നാ നിന്റെ ചോക്ലേറ്റ് എനിക്ക് തരോ? ഓ തരാമല്ലോ. എന്നാ നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. ഓ പക്ഷേ നന്നായിട്ട് കാർ എഴുതിയാലേ നമുക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും കിട്ടുള്ളൂ. അതിനെന്താ ചെയ്യണം? അതല്ലേ പറഞ്ഞ നന്നായിട്ട് കാർ എഴുതണമെന്ന്. ഇനി നീ വാ. ഞാൻ പറഞ്ഞു തന്നത് മധുരം. അതന്നെ എനിക്കും പറയാനുള്ളത്. രണ്ടാമത്തെ പാക്കറ്റാണ് അളിയ ഇത് കഴിക്കണത്. കഴിക്കട്ടെ. അളിയ തിന്നണതിന് കണക്ക് പറയില്ല കേട്ടോ. തിന്നണതിന് കണക്ക് പറയാൻ തുടങ്ങി ഇന്ന് തീരുമില്ല. അതല്ല ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അളിയൻ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്നത്. പിന്നെ ഈ മധുരമുള്ള സാധനം എടുത്ത് കഴിക്കണതിന് തേങ്ങ ഞാൻ ഇവിടെ കണ്ട നിനക്കറിയില്ല. 10 രൂപ ഞാൻ ഇഷ്ടമാണ്. പക്ഷേ ചായയിൽ വന്നിട്ട് ഞാൻ കുടിക്കൂല. ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അയ്യോ ഷുഗർ മാത്രമല്ല, ആരോഗ്യ കാര്യത്തില് ചേട്ടൻ ചേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. എനിക്ക് ഒരു തുള്ളി കൊളസ്ട്രോളിലല്ല. അയ്യോ അങ്ങനെയാണ് നോക്കണത്. എവിടെ വീട്ടില് ഈ നീളവും ഈ വീതിയുള്ള വാളയാണ് അവിടെ ഇട്ട് കുരിക്കുന്നത്. അയ്യോ അതോ ജംഗ്ഷനിൽ നിന്നാ കേൾക്കാം. ചേട്ടാ മറ്റേ നമ്മളെ വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടണത്, ആ നാടൻ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ച് അമ്മ അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ച് നല്ല തിളച്ച് മോരായിരിക്കും. ഞാൻ തൊടൂ ഒരു കഷണം പോലും തൊടൂല. പക്ഷെ കണ്ടാ പറയൂല. അയ്യോ തൊടൂല സത്യം. ഒരു അവസാനം നമുക്ക് തന്നെ അങ്ങ് പാവം തോന്നും കേട്ടോ. നമ്മളൊക്കെ വലിയ കഷ്ണം കഴിക്കുമ്പോൾ ചേട്ടാ തൊടാതിരിക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്ലേറ്റ് ചോറ് മാത്രം കൊണ്ടുവന്നിട്ട് ആ വറുത്ത ചട്ടിയില്ലേ, ആ ചട്ടിയില് വേറും എണ്ണയിലും ആ അരപ്പിലും കൂടെ അങ്ങോട്ട് കുഴച്ചിട്ട് അത് മാത്രമേ തിന്നുള്ളൂ. അല്ലാതെ ഒരു കഷണം കൊളസ്ട്രോളും ഇല്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല. ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ടെസ്റ്റിനോട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ PSC ടെസ്റ്റ് പോലും എഴുതുന്നത്. പോണം. അതെ അതാണ് എന്റെ ബുദ്ധി. മനസ്സിലായോ? ഭയങ്കര ബുദ്ധിയാണ്. എന്റെ ബുദ്ധിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് എന്റെ 2 മക്കളെ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്. അത് ബുദ്ധിയുള്ളതുകൊണ്ടല്ല, നല്ല പിശുക്കുള്ളതുകൊണ്ട്. കയ്യിലെ കാശ് ചെലവാകാതിരിക്കാൻ. കാശില്ലാത്തോണ്ടാവും. കാശില്ലാത്തോണ്ട് ഈ കൃഷി നിനക്കറിയാലോ, സാമ്പത്തിക കൃഷിയിൽ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള അല്ലാതെ എക്സ്ട്രാ വരുമാനം എനിക്കുണ്ട്. ഉണ്ടല്ലോ. എനിക്ക് ആ 2 ആൺമക്കളല്ലേ, അവരെ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചുകൂടാ? എന്റെ പൊന്നാളി ഞാൻ പറയുന്നു കേക്ക്. ഞാൻ ഈ ഗവൺമെന്റ് സ്കൂളിൽ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വച്ചാൽ, അവർ സാധാരണക്കാരെ കൂടെ കളിച്ച് ചിരിച്ച് കുത്തി പറഞ്ഞ് കളിക്കണം. കൊണ്ടും കൊടുത്തും വേണം വളരാൻ. മനസ്സിലായ? നല്ല അച്ഛൻ. കൊണ്ടും കൊടുത്തും എന്ന് വെച്ചാൽ തല്ലുണ്ടാക്കി തല്ല് കൊണ്ട് വേണം വളരാൻ അല്ലേ? അല്ലെ ഞാൻ പറയുന്നു കേക്ക്. അവൻ ഈ സമൂഹത്തിലല്ലേ ജീവിക്കേണ്ടത്. പിന്നെ അപ്പോൾ അത്യാവശ്യം അടിയും തടയും കൊണ്ടും കൊടുത്തും വേണം വളരാൻ. അല്ലാതെ അളിയൻ പറയും പോലെ മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് ബ്രോയിലർ കോഴിയെ പോലെ എല്ലാ പിള്ളേരെ വളർത്തേണ്ടത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കതൊരു വിയോജിപ്പാണ്. എനിക്കത് എന്തോന്ന് നീ പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ടല്ലേ നമ്മുടെ അമ്പാടീനെ ഈ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ. അവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അമ്പാടി. ചേട്ടാ അതെന്താണെന്നറിയാമോ, എന്റെ ആഗ്രഹം അവൻ അങ്ങ് പുറത്തു പോയി പഠിക്കണമെന്നൊക്കെയാണ്. അമേരിക്ക ഇവിടെയാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കണ്ടേ കൊച്ചിന്? അവിടുത്തെ ഭാഷ മാത്രം അറിഞ്ഞാൽ മതിയാ? അപ്പൊ നാട്ടിൽ വരുമ്പോ ഇവിടെ മലയാളത്തിന് ഷാഷൂഷി എന്ന് പറഞ്ഞാൽ മതിയാ? നിങ്ങൾക്ക് നല്ല മനസ്സിലാവോ? അവ എന്തിനു വരണത്? അവ അവിടെ നിക്കട്ടെ. അവിടെ നിൽക്കട്ടെ. ഇതാണ് ആനമണ്ടത്തരം. അവൻ അവിടെ താമസിച്ചു ഒരു മതമം കിട്ടി അവിടെ താമസമായി നിങ്ങൾ എന്ത് ചെയ്യും? അല്ല നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് വല്ലതും വെച്ച് കഴിക്കണോ വേണ്ടേ? അല്ല അളിയാ, അതിപ്പം പിള്ളേരാകുമ്പോ ജോലിക്ക്. എൻ്റെ അളിയ ഞാൻ പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്. നമ്മളെ മക്കളെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? അന്യനാട്ടില് കണ്ട സായിപ്പിന്റെ വീട്ടിൽ പട്ടിപ്പണിയാണ്. എന്റെ മക്കളെ കണ്ട സായിപ്പിന്റെ വീട്ടിൽ പട്ടിപ്പണിയെ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. പട്ടിപ്പണിയാ? പിന്നല്ല, വെറും പട്ടിപ്പണിയല്ലേ അവിടെ നടക്കുന്നത്. അല്ല ഓരോ മക്കൾക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അമ്പാടി ചേട്ടാ നമ്മളെന്തിനാ ഇവിടെ വന്ന്? അതിനാ അത് നമുക്ക് കാറ് ക്ലീൻ ആക്കിയാലല്ലേ ഐസ്ക്രീമും ചോക്ലേറ്റും കിട്ടുള്ളൂ. അതിനിപ്പോ എന്തേ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. എടി ഇത് മതിയടി, ഇതിനിപ്പോ എന്താ കുഴപ്പം? വേണ്ട പുറത്തു പോകുമ്പോ വൃത്തിയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോയത് എന്താ? അളിയ നമ്മൾ എവിടെയാണ് പോണത്? ഇപ്പം കല്യാണ വീട്ടിലെ മാർക്കറ്റിലാണ് പോണത്. വൃത്തിയായിട്ട് പോണ്ടേ? മാർക്കറ്റില്ല, മാർക്കറ്റിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മതി. അളിയ നമ്മൾ അവിടെ പോകുമ്പോൾ നല്ലൊരു നെമ്മീൻ ചൂര വാങ്ങണം. നല്ല വലിയ തലയുള്ളത്. ഈ കനമൊക്കെ പറഞ്ഞ തലകൾ അവിടെ വെച്ചിരിക്കും.
അതിനെ വെട്ടി ഇങ്ങനെ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് വീട്ടിൽ ഈ സാധനത്തിനെ കൊണ്ടുവന്നു വെള്ളത്തിലിടാൻ കഴുകണം. നല്ലോണം കഴുകി എടുത്തിട്ട് പീസാക്കും. എന്നിട്ട് ഇതിനെ വെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് നല്ല ഉടങ്കല്ല് മുളകും, തക്കാളി, മുരിങ്ങയ്ക്കയും കൂടെ അങ്ങോട്ട് അരച്ച് വറ്റിച്ച് ഒരു ചട്ടി മൺചട്ടിയിൽ വെക്കണം. പൊന്നാളി ഈ തിളച്ച് വരുമ്പോഴാണ് ഒരു മുളവിന്റെ ഒരു മണം. എന്റെ മരിച്ചിനി വേണം. മരിച്ചിനി എന്താ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ഈ സാധനം ഒന്ന് ഇളക്കണം. ഈ കപ്പ ഉണ്ടല്ലോ ഇട്ട് നല്ലോണം ഇളക്കി ചൂടോടെ വാഴ ഇലയിൽ വെട്ടി അങ്ങോട്ട് നിരത്തി വെച്ച് ഒരു കുഴി എടുക്കണം. തല കൊണ്ട് അതിന്റെ നടുക്കുകൊണ്ട് കോരി അങ്ങോട്ട് ഈ അരപ്പയാളിയാ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ച് ഒരു വര വരും. ഇങ്ങനെ ഒരു സൈഡിൽ ഒരു മാംസത്തിന്റെ പീസ് ആ ചൂരയിലെ കണ്ണും കൂടെ എടുത്ത് കണ്ണ് എനിക്ക് മണ്ട ചേട്ടന് മണ്ട അവനാണ് മണ്ടയില്ലാത്ത അവന് കൊടുത്തത് എടുത്ത് തിന്നണം. കൈ പോലും കഴിവാതെ അവിടെ കിടന്നങ്ങ് ഉറങ്ങണം. ബാക്കിയത് കപ്പൽ ഇപ്പൊ തുപ്പലം കുടിച്ചിറക്കി വയറെന്നറിയോ? അല്ല ഞാൻ ഒരു കാര്യം, എന്റെ ഒരു സംശയമാണ്, ഈ തിരുവനന്തപുരത്തുകാർക്ക് ഈ ചൂരമീ ഇല്ലാണ്ട് ഒന്നും നടക്കൂലേ? ജീവിതം തിരുവനന്തപുരത്തുകാരെ വികാരമാണ് ചൂരയും ചീരയും ചീരയും. എനിക്ക് ചീര കച്ചവടമല്ലേ, അപ്പൊ എനിക്ക് ചീര മറക്കാൻ പറ്റൂല. അപ്പൊ എന്താണ് ചൂര, ചീര, ചീനി? ചീനി നമുക്ക് ഇറങ്ങാം. അളിയെ പറഞ്ഞപ്പോ തന്നെ കൊതി വന്നു. പോയാൽ നല്ല തല കിട്ടും. ഇറങ്ങും അളിയാ. നമ്മുടെ അവിടെ തൃശ്ശൂരൊന്നും ഈ ചൂരയുടെ തലയൊന്നും കഴിക്കൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല നായ്ക്ക് പിടിക്കൂലല്ലോ. എന്താ? അല്ല, ഈ തലയിലാണ് ഇതിന്റെ മൊത്തം സംഭവങ്ങൾ ഇരിക്കുന്നത്. അയ്യോ എന്നൊന്നും വിളിക്കാനുള്ള സംഭവം ഒന്നുമില്ല, നിസ്സാര സംഭവം. അതല്ല, അങ്ങോട്ട് നോക്ക്. അയ്യോ ഐസ്ക്രീം ചോക്ലേറ്റ് മേടിച്ചു തരണേ. ഇതെന്താടാ ഇത്? നമ്മള് കാറ് കഴുകണ കണ്ടില്ലേ? ഇത് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അല്ലേ? മാമനല്ലേ പറഞ്ഞ കാർ വെട്ടി തിളങ്ങണമെന്ന്. അതുകൊണ്ട് അമ്മ പറഞ്ഞ ഇതേപോലെ ഇത് സ്ക്രബ്ബർ വെച്ച് പാത്രമൊക്കെ കഴുകുമ്പോ വെട്ടി തിളങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിലും ഇത് ചെയ്യണം. അപ്പൊ വെട്ടി തിളങ്ങുമല്ലോ. അച്ഛാ, ഇവിടെ ഒരച്ചപ്പം ഉണ്ടല്ലോ, വേറെ കളർ വന്നു. അച്ഛാ, ഇപ്പൊ തിളങ്ങുവേ. അവിടെ അവൻ തിളക്കി, ഇവിടെ ഞാൻ തിളക്കും. ഐസ്ക്രീം മേടിക്കാൻ റെഡി ആയിക്കോ. അവന്റെ ചോക്ലേറ്റ് മേടിക്കേ. എന്റെ ദൈവം, ഇതെന്താണത്? സ്ക്രബ്ബറാ? കുഞ്ഞാ, വെള്ളം ഇറങ്ങണം അങ്ങോട്ട്. എന്താ തീറ്റ കൊടുത്തതിന് വളർത്തുന്നു? അയ്യോ, കംപ്ലീറ്റ് ബാക്കും വശം കംപ്ലീറ്റ് സ്ക്രബ്ബർ ഇട്ട് വരച്ച്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കുന്നത്. എന്തോ ചെയ്യും? ഇപ്പൊ എന്തോ ചെയ്യാൻ? വണ്ടി മൊത്തം സ്ക്രാച്ച് വീണ് ഇതിന് റീപെയിന്റ് ചെയ്യണം. പെയിന്റ് ചെയ്യാൻ വലിയ പൈസ ആവൂ? പെയിന്റ് ചെയ്യാൻ 10-50 രൂപയാവും. 50 രൂപ ഞാൻ തരാം. 50,000 രൂപയാവുന്നു. പിന്നെ ഇത് മൊത്തം പെയിന്റ് അടിക്കണ്ടേ, റീപെയിന്റ് അടിക്കണ്ടേ? ഈ അളിയന്റെ ഓരോ വാക്കും കേട്ടിട്ട് മനുഷ്യന്റെ വണ്ടി മൊത്തം സ്ക്രാച്ച് ആയില്ലേ? കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വഴി തിരിച്ചു വിട്ടാ അത്ര. വഴി തിരിച്ചു വിട്ട് വണ്ടി മൊത്തം റീപെയിന്റ് ചെയ്യണം. ഒരു ക്രിയേറ്റിവിറ്റി മിണ്ടരുത് അളിയന്റെ ക്രിയേറ്റിവിറ്റി. ചേട്ടാ, കേശവന്റെ അരയിൽ അറിഞ്ഞാണേ സ്വർണം തന്നെയല്ലേ? അത് 2.5 പവൻ. അത് ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ? 2.5 പവൻ. അല്ല, അതിപ്പോ ഇവിടെ പറയട്ട കാര്യം അല്ല. എന്റെ ക്രിയേറ്റിവിറ്റി അങ്ങോട്ടൊന്ന് വഴിതിരിച്ചു വിട്ടാലോ എന്ന് എങ്ങനെ ആലോചിക്കുക. മനസ്സിലായില്ല. അത് പണയം വെച്ചിട്ട് എന്റെ കാർ ഞാൻ പെയിന്റ് ചെയ്യൂന്ന്. ചിരി മധുരം.